അലക്സ്. നീ എന്തിനീണം നൽകി ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ, നീ എന്തിനു താളം നൽകി ഞാൻ കണ്ട കിനാക്കളിലൊക്കെ, നീ എന്തിനു നായികയായി ഞാൻ നടന്ന വഴികളിലൊക്കെ, നീ എന്തിനു തണൽ മരമായി. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കാരണം റോട്ടറിയിൽ ഏതാണ്ട് 21-ാമത്തെ വയസ്സിൽ വന്ന് ചേർന്ന് റോട്ടറിയെ പ്രണയിച്ച് ഏതാണ്ട് 40 വർഷം കഴിയുമ്പോഴും എന്നും എനിക്ക് റോട്ടറി ഒരു കാമുകിയെ പോലെയാണ്. ഞാൻ എഴുതിയ വഴികൾക്കൊക്കെ ഈണം നൽകിയത് റോട്ടറിയാണ്. ഞാൻ എഴുതിയ പാട്ടുകൾക്കൊക്കെ താളം നൽകിയത് റോട്ടറിയാണ്. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയത് റോട്ടറിയാണ്. 21-ാമത്തെ വയസ്സിൽ ചിലപ്പം റോട്ടറി ചേർന്നില്ലെങ്കിലും എൻ്റെ ജീവിതം വളരെ മനോഹരം തന്നെ ആയിരിക്കാം. പക്ഷേ റോട്ടറിയാണ് എൻ്റെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകിയത്. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആൻ്റണി വളരെ സുന്ദരിയായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ടീന ആൻ്റണി ഇന്ന് ഇട്ട ലിപ്സ്റ്റിക്കോ ഇന്നുടുത്ത സാരിയോ ഒക്കെ ആകാമെന്ന്. മറിച്ച് ഈ നാളുകളൊക്കെ ഓപ്പോൾ പോലെയുള്ള പ്രോജക്റ്റിൽ നല്ല പ്രവൃത്തികൾ നിങ്ങളെയും കൊണ്ട് ചെയ്തപ്പോൾ ടീനയെപ്പോലെ തന്നെ നിങ്ങളുടെയൊക്കെ സൗന്ദര്യം വർദ്ധിച്ചായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ GA ജോർജ്, അദ്ദേഹം ജന്മനാ സുന്ദരനാണേലും ഈ അടുത്ത് അഴക് കൂടിയിട്ടുണ്ട്. കാരണം 12 പേർക്ക് തൻ്റെ സഹധർമ്മിണിയുടെ പേരിൽ ഏതാണ്ട് 1.5 കോടിക്ക് മുകളിൽ തുക നൽകി വീടുകൾ നൽകി. നമ്മളുടെ മുൻനിരയിലിരിക്കുന്ന ഡോക്ടർ വാവാനി, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വാർന്നൊഴുകുകയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ഗ്ലോബൽ ഗ്രാൻറ്റുകളും അതിന് സഹായിക്കുന്ന നിങ്ങൾ വഴിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ വന്ന് 2-3 PDGയുടെ മാത്രം പറഞ്ഞു, ഞാൻ ഇവരെ ആരെയും പരിചയപ്പെടുമ്പോൾ ഇവരാരും റോട്ടറി ഗവർണറല്ല. ഇന്നും എനിക്ക് അവർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. റോട്ടറി എന്നത് സേവനത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും നിൽക്കുന്ന ഒരു മഹനീയ പ്രസ്ഥാനമാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ക്ലബ്ബുകളിലൊക്കെ സേവനത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആഘോഷത്തിന് ഇച്ചിരി ആക്കം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ബട്ട് നെവർ ഫോർഗെറ്റ് ദ ഫാക്ട് ദാറ്റ് ഫോർ റോട്ടറി സർവീസ് ഈസ് ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻസ്. എമ്പതി ഈസ് ദി പില്ലർ സ്റ്റോൺ ഓഫ് എ റോട്ടറി മിഷൻ. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് റോട്ടറിയുടെ പ്രധാന ലക്ഷ്യത്തിലൊന്നാണ്. എനിക്ക് തോന്നുന്നു റോട്ടറിയിൽ 40 വർഷം കഴിയുമ്പോൾ ഈ അടുത്തൊരു സമ്മാനം എൻ്റെ ക്ലബിൽ നിന്ന് കിട്ടി. ഭാഗ്യം കൊണ്ട് എനിക്ക് സ്വീകരിക്കേണ്ട വന്നില്ല. നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, നന്മ ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക ഇത് റോട്ടറിയറിൻ്റെ കടമയാണ്. എനിക്ക് തോന്നുന്നു ചില വ്യക്തിത്വങ്ങൾ സംസാരിച്ചാൽ, പ്രസംഗിച്ചാൽ നമ്മൾ ചെവി കൊണ്ടു കേൾക്കും. നമ്മുടെ ഇന്നത്തെ പ്രാസംഗികൻ VK സുരേഷ് ബാബു സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും സംസാരങ്ങളും നന്മയിലേക്ക് നയിക്കുന്ന വാക്കുകളാണ്. ഞാൻ ഈയിടെ അദ്ദേഹം ഏതാണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു വാക്യം, നാം എല്ലാം ജീവിക്കുമ്പോൾ നമുക്കൊരു പേര്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്ന ശവമെന്ന്. അതേ പ്രസംഗത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, കോഴിക്ക് ജീവിതകാലം മുഴുവൻ പേര് കോഴിയെന്നാണ്.
കോഴി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 28 പേരാണ്. ചില്ലി ചിക്കൻ, കടായി ചിക്കൻ, അങ്ങനെ പല പല വരും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നന്മ ചെയ്ത വ്യക്തിത്വങ്ങൾ ആരും മരിക്കുവാറില്ല. അവർ അനേകരുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും. സേവനം ചെയ്യുന്ന വ്യക്തികളെ മറന്ന പാരമ്പര്യം ഇന്ത്യക്കില്ല, ലോകത്തിനില്ല. നന്മ ചെയ്യുവാനായിട്ട് സാധാരണക്കാരായ നമ്മളെ നന്മയുടെ വഴിയെ നയിക്കുവാൻ ഇത്രയും സഹായിക്കുന്ന ഒരു മനോഹരമായ വേറൊരു സംഘടന ഇല്ല എന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളിൽ ഉണർത്തുവാൻ നമ്മുടെ ഇന്നത്തെ പ്രാസംഗികനായ VK സുരേഷ് ബാബുവിന് കഴിയുമെന്നത് തീർച്ചയാണ്. അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് പരിചയപ്പെടുത്തുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുൻ അസിസ്റ്റന്റ് ഗവർണർ സാബു വർഗീസിനെ ഞാൻ സദയം ക്ഷണിക്കുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട VK സുരേഷ് ബാബുവിൻ്റെ ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. സാബു, പ്ലീസ്. ശ്രീ VK സുരേഷ് ബാബു, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാത്തവരും അദ്ദേഹത്തിൻ്റെ സ്വരം കേൾക്കാത്തവരുമായി ആരിവിടെ ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ ഹൃദയാന്തരാളങ്ങൾ കീഴടക്കി അവരുടെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന പരമ്പരാഗത ചിന്താധാരകൾ പലതും മാറ്റിമറിച്ച് പുത്തൻ ഉണർവും ഉന്മേഷവും നൽകി അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളെ സജ്ജരാക്കുന്ന മലയാളികളുടെ അഭിമാനമാണ് ശ്രീ VK സുരേഷ് ബാബു എന്ന ബഹുമുഖ പ്രതിഭ. പ്രപഞ്ചത്തിലെ ഏതൊരു വിഷയത്തെക്കുറിച്ചും വളരെ ആധികാരികമായി സംസാരിക്കുവാൻ അറിവും അനുഭവ സമ്പത്തുമുള്ള അദ്ദേഹം വിജ്ഞാനത്തിൻ്റെ ഒരു നിറ കലവറയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന വാഗ്മിയും അധ്യാപകനുമായ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ലക്ഷോപലക്ഷം സഹൃദയരുടെ ആരാധനാപാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആയ കില എന്ന സ്ഥാപനത്തിൻ്റെ ഫാക്കൽറ്റിയാണ്. 10 വർഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 15 വർഷം കോളേജ് പ്രിൻസിപ്പലുമായിരുന്ന ഈ കണ്ണൂർ ചിറ്റാരിപ്പറമ്പുകാരൻ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ട്രെയിനറായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കോഴിക്കോട് KMTC മെഡിക്കൽ കോളേജിൻ്റെയും പാലാ ബ്രില്യൻ കോളേജിലെയും അധ്യാപകർക്കും പരിശീലനം നൽകിപ്പോരുന്ന ശ്രീ VK സുരേഷ് ബാബുവിനെ അഭിമാന പുരസ്സരം സ്നേഹത്തോടെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീമതി ടീന ജോർജ്, വേദിയിലിരിക്കുന്ന റൊട്ടേറിയൻസ്, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അധികം കാര്യങ്ങൾ ആമുഖമായി പറയുന്നില്ല. പറയാനുള്ള കാര്യം പ്രസക്തമായത് മാത്രമാണ്. എനിക്കിവിടെ തന്നിരിക്കുന്ന വിഷയം തിരമാലകൾക്ക് മീതെ സഞ്ചരിക്കുകയും ജീവിതത്തെ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ്. ചാകര എന്നാണല്ലോ ഇവിടെ വിഷയം. ശാന്തമായ കര, അതാണ് ചാകര എന്ന വാക്കായി മാറിയത്. ശാന്തമായ കര. ശാന്തമായ കരയിലാണ് മത്സ്യങ്ങൾ ഒരുമിച്ച് ഒത്തുചേരുന്നത്. കേരളത്തിലെ തീരദേശത്ത് ഉള്ള അപൂർവമായ പ്രകൃതി പ്രതിഭാസമാണ് ചാകര. നമ്മുടെ മനസ്സിലും ചില അത്ഭുത പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ അത്ഭുത പ്രതിഭാസങ്ങളിൽ ഏറ്റവും മനോഹരമായത് കൊയ്തെടുക്കാൻ പറ്റിയത് എന്താണ് എന്നതാണ്. ചാകര കൊയ്ത്താണ്. നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റിയത് എന്താണ്? നമ്മൾ ഉണ്ട ഭക്ഷണമോ, നമ്മൾ ഉടുത്ത വസ്ത്രമോ, നമ്മൾ എടുത്ത കൊട്ടാരമോ, നമ്മൾ നേടിയ ധനമോ ഒന്നുമല്ല. നമ്മൾ എന്ത് കൊടുത്തു എന്നത് മാത്രമാണ് എടുക്കാനുള്ളത്. നമ്മൾ എന്ത് കൊടുത്തു എന്ന് മാത്രമാണ് എടുക്കാനുള്ളത്.
75 വയസ്സിൽ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അനുശോചനം നടക്കുകയാണ്. ആ അനുശോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ 75 വയസ്സിനിടയിൽ ഇദ്ദേഹം 125 കിൻഡൽ അരിയുടെ ചോറ് തിന്നിട്ടാണ് മരിച്ചത്. ആരെങ്കിലും പറയോ? മലയാളി 75 വയസ്സിനിടയിൽ 125 കിൻഡൽ തിന്നും എന്ന് പറഞ്ഞാൽ 50 കിലോൻ്റെ ചാക്കാണെങ്കിൽ 250 ചാക്ക് ഭക്ഷിച്ചിട്ട് ഇരിക്കുന്നവരുണ്ട് ഇവിടെ പലരും. നിങ്ങൾ എടുത്തതാരും പറയില്ല. പക്ഷേ അന്നത്തെ കലാമിറ്റി ഉണ്ടായപ്പോൾ അന്നത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ 10 ചാക്ക് അരി കൊടുത്ത മനുഷ്യനാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയും. എടുത്തതാരും പറയാറില്ല, കൊടുത്തതേ പറയാറുള്ളൂ. അപ്പോൾ കൊടുക്കുക, അതാണ് നമ്മുടെ കൊയ്ത്ത്. കൊടുക്കുന്നതിലൂടെ കൊയ്ത്ത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് കൊടുക്കുന്നത് കുറയുകയും എടുക്കുന്നത് വർദ്ധിക്കുകയും ചെയ്യുന്നൊരു പ്രവണത വർദ്ധിക്കുന്നു. നിങ്ങൾ 5 സ്റ്റാർ മിഠായി നുണഞ്ഞാൽ മതി, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഒരു പരസ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 5 സ്റ്റാർ മിഠായിയുടെ പരസ്യം. ആ പരസ്യത്തിൽ ഒരു പാതയോരത്ത് ഒരു വലിയമ്മ എന്തോ ഭാണ്ഡക്കെട്ടിൽ നിന്ന് എന്തോ തിരയുകയാണ്. ഒരു പയ്യൻ 5 സ്റ്റാർ മിഠായി നുണഞ്ഞുകൊണ്ട് ഒരു വിളക്ക് കാലിൻ്റെ ചാരി നിൽക്കുകയാണ്. ആ വലിയമ്മയുടെ ബാഗിൽ നിന്ന് എന്തോ ഉരുണ്ട് റോഡിലേക്ക് പോയി. അവർ പറഞ്ഞു, മോനെ ഒന്ന് എടുത്തു തരുമോ? അവൻ ഈ മിഠായി നുണയുന്നതിൻ്റെ തിരക്കിനിടയിൽ അത് എടുത്തു കൊടുക്കാൻ തയ്യാറായില്ല. കുറച്ചു നേരം കാത്തു. ആ വലിയമ്മ റോഡിലേക്ക് ഇറങ്ങി ആ സാധനം തിരിച്ചെടുക്കാൻ വേണ്ടി കുനിഞ്ഞ സമയത്ത് അവരിരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ മേൽക്കൂര ഡിം താഴെ വീണു. ആ പയ്യൻ അതെടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ അതിനടിയിൽപ്പെട്ട് ആ വല്യമ്മ സിദ്ധി കൂടുമായിരുന്നു. അവൻ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് ആ വലിയമ്മ തിരിച്ചു വന്നിട്ട് ആ പയ്യനോട് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. രസമുള്ളൊരു പരസ്യമാണത്. പക്ഷേ ആ പരസ്യത്തിന് അടിയിൽ ഒരു ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ പുതിയ തലമുറയോട്, നമ്മുടെ ജനങ്ങളോട് ആ പരസ്യം പറയുന്നു, നത്തിങ് ടു ഡു. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട് കാതെടുത്ത് കമഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികെ നാവെടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടന്നുകൊള്ളുക. കുഞ്ഞുണ്ണി മാഷ കവിതയാണ് കേട്ടോ ഇത്. ഒന്നും ചെയ്യേണ്ടതില്ല, നീ നിന്റെ മിഠായി നുണഞ്ഞാൽ മതി. ആരെപ്പറ്റിയും അന്വേഷിക്കേണ്ടതില്ല. കണ്ണ് കുപ്പായ കീശയിലാണ്, കീശയിൽ കാശുണ്ടോ എന്ന് മാത്രം നോട്ടം. കാതെടുത്ത് കമഴ്ത്തി വെക്കുകയാണ്. ലോകത്തൊന്ത് സംഭവിച്ചാലും എനിക്കൊന്നും അത് കേൾക്കേണ്ടതില്ല. തലയെടുത്ത് വയറ്റിൽ തിരികുന്നു. ചിന്ത ഭക്ഷണത്തെപ്പറ്റി മാത്രം. നാവെടുത്ത് പുറത്തിടുന്നു. അവനവനിസം എന്ന തത്വശാസ്ത്രം, ഞാൻ പറയുന്നത് മാത്രമാണ് തത്വശാസ്ത്രം. ഇന്ന് പണ്ട് തത്വശാസ്ത്രജ്ഞന്മാർ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴെല്ലാവരും സിംഗിൾ തത്വശാസ്ത്രജ്ഞന്മാരായി മാറി. ഞാൻ പറയുന്ന തത്വശാസ്ത്രം മാത്രമാണ് ശരി. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. അതിൻ്റെ കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ചർച്ചകളാണ്. കുടുംബത്തിൽ ഒത്തുകൂടിയിട്ട് നടക്കുന്ന ചർച്ച എന്താ? അതുവഴി പോകുന്ന ഗോപാലാട്ടൻ വൃത്തികെട്ടവനാ. ബഷീർ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ പോക്ക, പ്രസിഡന്റ് മഹാബദ്ധം, MLA പോക്ക, മന്ത്രിമാർ വഷളന്മാരാ, മുഖ്യമന്ത്രി ഭീകരനാ, പ്രധാനമന്ത്രി അതിലും ഭീകരനാ. എല്ലാവരും മോശമാണ്. ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ലത്, ഞാൻ മാത്രം. ഈ ചർച്ച കേട്ട് നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോഴൊരു മനോഭാവം, ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾ രാത്രിയിൽ 7 മണിക്ക് ശേഷം റോഡിലൂടെ സഞ്ചരിക്കൂ. എതിരെ വരുന്ന എത്ര വാഹനങ്ങൾ നിങ്ങൾക്ക് ഡിം ലൈറ്റ് തരാറുണ്ട്. ഡിം ലൈറ്റ് തരാൻ അത് തിരുവനന്തപുരത്ത് പോയി വാങ്ങിക്കൊടുക്കേണ്ടതല്ലല്ലോ. സ്റ്റിയറിങ്ങിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഗിയർ പോലത്തെ ഒരു സാധനം ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. എന്നാൽ എൻ്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിൽ പോയി അടിച്ച് ചത്താലും കുഴിയിൽ പോയി മറഞ്ഞാലും തരൂല്ലടാ ഞാൻ ഡിമ്മ് എന്ന് പറയുന്ന ഡ്രൈവർമാരാണ് നമ്മളിൽ പലരും ഭൂരിപക്ഷവും. എന്തേ? ഈ റോഡ് എനിക്ക് മാത്രമുള്ളതാ, നിനക്കുള്ളതല്ല. ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ എന്ന ചിന്താഗതിയുമായി പോകുമ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മത്തിൽ എത്രയാണ് നമുക്ക് മനുഷ്യനാവാൻ സമയമുള്ളത്?
സമയബോധമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണല്ലോ. 2026 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഇന്ന് ശനിയാഴ്ചയാണെന്നറിയുന്ന ഏതെങ്കിലും പട്ടിയോ പശുവോ പൂച്ചയോ നമ്മുടെ നാട്ടിലുണ്ടോ? മനുഷ്യന് മാത്രമേ കാലബോധമുള്ളൂ. കാലബോധത്തിൽ നിന്നാണ് 3 കാലമുണ്ടായത്. ഉണ്ടായത്, നിലനിൽക്കുന്നത്, ഇല്ലാതാവുന്നത്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ആ ഉണ്ടായത് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാക്കിയവൻ എന്ന ചിന്തയും ദൈവചിന്തയും ഉണ്ടായത്. കാലബോധമില്ലാതെ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല, അമ്പലമുണ്ടായിരുന്നില്ല, പള്ളി ഉണ്ടായിരുന്നില്ല, പ്രാർത്ഥനയുണ്ടായിരുന്നില്ല. മനുഷ്യന് ഭൂതകാലം, ഉണ്ടായത് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാക്കിയവൻ എന്ന ചിന്തയുണ്ടായത്. അതുകൊണ്ട് കാലബോധത്തിൽ നിന്ന് പ്രകൃതിയോടും മനുഷ്യനോടും ദൈവത്തോടുമുള്ള പ്രതികരണങ്ങളുണ്ടായി. വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടുണ്ട്. ഈ ആലപ്പുഴ നിൽക്കുമ്പോൾ വയലാറിനെ ഓർക്കണ്ടേ? അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. കാലബോധമേ, പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ, കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ആ കാലബോധത്തെയാണ് നമ്മൾ ദൈവങ്ങളെ ഉച്ചരിക്കുമ്പോൾ ആദ്യം പറയുന്നത്. ഭാരതത്തിൽ ദൈവങ്ങളെ ഉച്ചരിക്കുമ്പോൾ മുമ്പിൽ ഓം എന്ന് ചേർക്കാറുണ്ട്. ഓം നമഃശിവായ, ഓം നാരായണായ. വാട്ട് ഈസ് ഓം? ഞാനൊരു വേദാന്ത കോളേജിൽ ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്താണ് ഓം എന്ന് ചോദിച്ചു. ആരെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ്. ഓം നമഃശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി. ഇങ്ങനെയാ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അല്ല, ഓം എന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഭൂതം, വർത്തമാനം, ഭാവി. ഭൂതത്തിന് ആ എന്നും വർത്തമാനത്തിന് ഊ എന്നും ഭാവിക്ക് അം എന്നും പറയും. കൂട്ടി വായിച്ചാൽ ആ ഊ അം ഓം. അത് കാലബോധമാണ്. ഈ കാലബോധമുള്ള മനുഷ്യ നമുക്ക് മരണമുണ്ടെന്ന ചിന്തയുണ്ട്. പക്ഷിമൃഗാദികൾക്ക് മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ എന്ന് പാടാറില്ല. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്ന് പാടുന്നവർ മനുഷ്യർ മാത്രമാണ്. പക്ഷിമൃഗാദികൾ മരിക്കുമ്പോഴേ മരിക്കൂ. നമ്മളെപ്പോഴും മരിക്കുമോ എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് 90 വയസ്സുവരെ ജീവിക്കുന്നെന്ന് കരുതുക. അതിലെത്ര വർഷം നമുക്ക് മനുഷ്യനാവാൻ പറ്റും? 90 വർഷത്തിൽ 30 വർഷം ഉറങ്ങണ്ടേ? 24ന്റെ 1/3 8 മണിക്കൂർ ഡെയിലി ഉറങ്ങണ്ടേ? അപ്പൊ 90ന്റെ 1/3 30 അല്ലേ? 30 ഫുൾ വർഷം നമ്മൾ ഉറക്കുക. പക്ഷെ നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാ. നമ്മൾ ഒന്നിച്ചു കൂട്ടും 30 വർഷം നമ്മൾ ഭൂമിയിലുള്ളത് അറിയുന്നില്ല. ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുമോ നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന്? അടുത്ത് കിടക്കുന്ന ആൾ അറിഞ്ഞെന്ന് വരും കൂർക്കമ്പലി കേട്ടിട്ട്. നമ്മളറിയില്ല നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന്. നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്നറിയുന്നത് 60 വർഷം മാത്രമാണ്. ഈ 60 വർഷത്തിൽ 15 വർഷം ഭക്ഷണത്തിനാണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ 1:30 ഭക്ഷണത്തിനായി പിരിഞ്ഞിട്ട് ഇവിടെ പലരും തിരിച്ചെത്തിയത് 3 മണിക്കും 3:30 തിന്നാൻ അത്രയേ ചെലവഴിക്കുന്നുള്ളൂ. പക്ഷെ തിന്നാൻ വേണ്ടി ചെലവഴിക്കുന്നത് എത്ര സമയമാണ്? ഭക്ഷണം ശേഖരിക്കണം, പാചകം ചെയ്യണം, വിളമ്പണം, തിന്നണം, കൈ കഴുകണം, പാത്രം കഴുകണം, എല്ലാം കൂടി ഒരായുസിൽ 15 വർഷം തിന്നാൻ മാത്ര. 60ൽ 15 പോയാൽ ഇനി 45 ഉള്ളൂ. 90ൽ പകുതി പോയില്ലേ? ആ 45ൽ 5 വർഷം ടോയ്ലറ്റിലാ. 5 വർഷം ടോയ്ലറ്റിലാ. പലതവണ പോണം ടോയ്ലറ്റിൽ. പ്രായമായാൽ എപ്പോഴും ഇടക്കിടക്ക് പോകണം. 5 വർഷം. അത്രയൊന്നും ഇല്ലായിരുന്നില്ല. ഈ യൂറോപ്യൻ ക്ലോസറ്റാണ് പറ്റിച്ചത്. നാട്ടിലുള്ള പഴയ നമ്മുടെ നാടൻ കക്കൂസിലാകുമ്പോൾ മുട്ടുമടക്കി ഇരിക്കുമ്പം മുട്ട് വേദനിച്ച് വേഗം ആസ് ഏർലി ആസ് പോസിബിൾ എഴുന്നേറ്റ് പോകും. ഇപ്പം കസേരയിൽ ഇരിക്കും പോലെ ഇരിക്കുകയല്ലേ. എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല, വരുമ്പം വരട്ടെ, അവിടെ ഇരിക്കും. യുവാക്കൾ പലരും മൊബൈൽ ഫോണുമായിട്ടാണ് ഇപ്പോൾ ടോയ്ലറ്റ് കയറുന്നത്. അവിടെ നിന്നാണ് പലതും ഡൗൺലോഡിങ്. മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ്, രണ്ടും ഒന്നിച്ച് നടക്കുമല്ലോ. 5 വർഷം ടോയ്ലറ്റിലാണ്. 45ൽ 5 പോയാൽ വെറും 40 ബാക്കി.
അതിൽ 10 വർഷം വെറുതെ കിടക്കും നമ്മൾ, ബോധത്തോടെ, ഉറങ്ങാനല്ല. ജനിച്ചിട്ട് ആദ്യത്തെ 3 വർഷം കുട്ടിയായിരിക്കുമ്പോൾ കിടന്നു, 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കിടപ്പ്, പിന്നെ ആരോഗ്യമുള്ളപ്പോഴെല്ലാം നേരം കിട്ടുമ്പോഴെല്ലാം കിടക്കും, പനി വന്നാൽ കിടക്കും, അസുഖം വന്നാൽ കിടക്കും. 10 വർഷം ഒരായുസിൽ വെറുതെ കിടക്കും. ഇനി 30 ബാക്കി. ആ 30-ൽ 5 വർഷം നമുക്ക് മേക്കപ്പ് വേണ്ടേ, കുളിക്കണ്ടേ, പല്ല് തേക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, കൺമഷി ഇടണ്ടേ, പുരികം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മീശ കട്ട് ചെയ്യണ്ടേ, എല്ലാം കൂടി 5 വർഷം അങ്ങനെയും പോയി. ഇനി എത്രയാ ബാക്കി? 25 വർഷമുള്ളത്. ആ 25 വർഷം എന്താണ് നമ്മൾ? അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക. നിങ്ങൾ പോകുമ്പോൾ സമ്പാദിച്ചത്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ചക്രവർത്തി മരിച്ചിട്ട് പോകുമ്പോൾ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, എന്നെ കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയുടെ 2 ഭാഗങ്ങളിലും 2 ദ്വാരങ്ങളുണ്ടാവണം, എൻ്റെ 2 കൈകളും അതിലേക്ക് തുറന്നിടണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കട്ടെ, ലോകം കീഴടക്കി അലക്സാണ്ടർ ചക്രവർത്തിയും പോകുമ്പോൾ വെറും കൈയോടെയാണ് പോകുന്നത്. എന്നാൽ വെറും കൈയോടെ നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകുന്നത് നമ്മൾ കൊടുത്തത് മാത്രമാണ്. നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ കൊടുത്തത് മാത്രമാണ്. അതുകൊണ്ട് തേന ത്യക്തേന ഭുഞ്ചീത, ഈശാവാസ്യ ഉപനിഷത്തിലെ ഏറ്റവും മനോഹരമായൊരു പദമാണ് തേന ത്യക്തേന ഭുഞ്ചീത, നിന്നാൽ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ഈശാവാസ്യം ഇതം സർവം എന്ന ശ്ലോകത്തിൻ്റെ 4ാമത്തെ വരിയാണത്. ഭഗവത്ഗീതയിലെ ഏറ്റവും മനോഹരമായ ശ്ലോകമേത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. ഇതാണ് അതിൻ്റെ മലയാളം. കൊടുക്കുക. ഈ ലോകത്തിന് ആർക്ക് എന്ത് കൊടുക്കണം? കൊടുക്കേണ്ടത് സമ്പത്ത് മാത്രമല്ല, കൊടുക്കേണ്ടത് നേരത്തെ ഉഷി മേഡം പറഞ്ഞില്ലേ, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ, അക്കിത്തത്തിൻ്റെ വരിയ, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ നെഞ്ചിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. തരംഗങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ആ പ്രതിസന്ധിയിൽ ഈ മാസം മേടമാസമാണ്. മേടമാസം കൊന്നപ്പൂക്കളുടെ മാസമാണ്. എന്താണ് കൊന്നപ്പൂവിൻ്റെ പ്രത്യേകത? കൊന്നപ്പൂവ് ഏതൊരു മോട്ടിവേഷൻ സ്പീക്കറേക്കാളും കരുത്തു കൊടുക്കുന്ന ഒരു വസ്തുവാണ് കൊന്നപ്പൂവ്. അതുകൊണ്ടാണ് വൈലോപ്പള്ളി പറഞ്ഞത് ലോകത്തിലുള്ള മുഴുവൻ കുട്ടികളോടുമായിട്ട്, ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്തുകൊണ്ടാണ് പനിനീർ പൂവെന്നോ ചെമ്പരത്തിപ്പൂവെന്നോ താമരപ്പൂവെന്നോ പറയാതിരുന്നത്? കൊന്നപ്പൂവിൻ്റെ പ്രത്യേകത വസന്തകാലത്ത് വിരിയുന്നതല്ലത്. വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂക്കും. ചുട്ടുപഴുത്ത മണലിൻ്റെ ഇടയിലൂടെ വേരുകൾ പായിച്ച് ആർദ്രതയുടെ കണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ സ്വർണ്ണ നിറം ചാലിച്ച് പുഞ്ചിരിക്കുന്ന കൊന്നപ്പൂവായി മാറണം നമ്മുടെ ജീവിതം. പ്രതിസന്ധിയിൽ പുഞ്ചിരിക്കാൻ പറ്റണം. സന്തോഷിച്ചിരിക്കുമ്പോൾ പുഞ്ചിരിക്കാൻ ആരും പഠിപ്പിക്കണ്ട. പ്രതിസന്ധിയിൽ പുഞ്ചിരിക്കാൻ പഠിക്കണം. പുഞ്ചിരിക്കുക. നമ്മുടെ ചുറ്റുപാട്ടുമായിട്ട് മനുഷ്യനാവാൻ മനുഷ്യൻ്റെ ബുദ്ധിയുമുണ്ട്, മനസ്സുമുണ്ട്. ഞാനിപ്പോൾ കോളേജുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ പേര് ബ്രെയിൻ ആൻഡ് മൈൻഡ് എന്നതാണ്. ബ്രെയിൻ ഉണ്ട് എല്ലാവർക്കും, ഭയങ്കര ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്, ഇല്ലേ? നമ്മളെല്ലാം പഠിക്കുന്ന കാലത്തുള്ളതിനേക്കാൾ എത്ര നല്ല മാർക്കാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. 600-ൽ 360 മാർക്ക്, അതായത് 60% മാർക്ക് കിട്ടിയാൽ നമ്മളന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക്, ഫസ്റ്റ് ക്ലാസ്. ഇന്ന് കുട്ടികളോട് പറഞ്ഞു നോക്കൂ, അവർ പരിഹസിക്കും. കാരണം അന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിന് ഇന്നത്തെ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും ബിയാ. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്. പക്ഷെ അതിനാനുപാതികമായി മനസ്സ് വളരുന്നുണ്ടോ? പഹൽഗാമിലെ ഭീകരന്മാർ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നിട്ട്
1 കൊല്ലവും 3 ദിവസവുമായി ഇന്നേക്ക്. ആ ഭീകരന്മാരുടെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കൂ. അവരെല്ലാം അതിസമർത്ഥന്മാരാണ്, നല്ല ബുദ്ധിയുള്ളവരാണ്. MPhil കഴിഞ്ഞ ഒരാളുണ്ട്, MCom കഴിഞ്ഞാലുണ്ട്, കേരളത്തിൽ വന്ന് BPharm കഴിഞ്ഞാലുണ്ട്. എല്ലാം നല്ല മാർക്കുള്ള പിള്ളേരാ. പക്ഷെ അവർക്ക് കൊല്ലരുത് എന്ന മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ആ സംഭവം നടന്നപ്പോൾ ഭർത്താവ് വെടിയേറ്റ് വീണ് മരിച്ചു കിടക്കുന്നിടത്ത് മുട്ടും കുത്തി കരയുന്നൊരു പെണ്ണിൻ്റെ ഫോട്ടോ നിങ്ങൾ TV-യിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാകും. ആ പെണ്ണ് ഭർത്താവിൻ്റെ ബോഡിയുമായി നാട്ടിലെത്തിയിട്ട് പത്രക്കാരോട് പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ പേര് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരും ഓടിക്കളഞ്ഞു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു മൊബൈൽ ഫോണിനും റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് പഹൽഗാം. ഒരു വാഹനവും അവിടെ പോവില്ല, കുതിരപ്പുറത്തേ പോകാൻ പറ്റൂ. ആരുമില്ലാതിരിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കടയുടെ ഷട്ടർ ഉയർത്തി അതിനകത്തിട്ട് പൂട്ടി താഴ്വരയിൽ പോയിട്ട് പട്ടാളക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളെ രക്ഷിച്ചത്. അവൻ ദൈവദൂതനെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവനെപ്പറ്റി പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വാർത്ത വന്നു. അവൻ 8ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. കുതിരക്ക് തീറ്റ കൊടുക്കുന്ന പണിയാണ് അവന് ബുദ്ധി കുറവാണ്, പക്ഷെ നല്ലൊരു മനസ്സുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിക്ക് ക്ഷാമമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഉപയോഗിക്കുന്ന നമ്മുടെ കുട്ടികൾ സിസ്റ്റം 2 ബുദ്ധി കുറഞ്ഞു വരുന്നുണ്ടെന്ന് വേറെ ശാസ്ത്രം, അത് വേറെ വിഷയം, ഞാനതിലേക്ക് കടക്കുന്നില്ല. കുട്ടികൾ 4, 3 എത്രയാന്ന് ചോദിച്ചാൽ 7 എന്ന് ഉത്തരം പറയുന്നത് സിസ്റ്റം 1 ബുദ്ധിയാണ്. പക്ഷേ 27 ഗുണിക്കണം 14 എത്രയാണെന്ന് ചോദിച്ചാൽ സിസ്റ്റം 2-ൽ കൊടുത്തിട്ട് എനർജി വേണം. ആ എനർജി ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ കാൽക്കുലേറ്ററിൽ കൂട്ടും കുട്ടികൾ. അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഉണ്ടാക്കാൻ ഉടൻ തന്നെ AI-യോടോ മെറ്റയോടോ ചോദിക്കുന്ന കുട്ടികൾ. അവർക്ക് സിസ്റ്റം 2 ബുദ്ധി കുട്ടികൾ ഉപയോഗിക്കുന്ന കുറഞ്ഞു വരുന്നു, അത് വേറെ വിഷയം. പക്ഷെ ബുദ്ധിക്ക് സാമർഥ്യത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന്, സ്വർണത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് ക്ഷാമമില്ല. പക്ഷെ മനസ്സിന് ക്ഷാമമുണ്ട്. ആ മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രക്രിയ. വിഷുപ്പക്ഷിയുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഷുപ്പക്ഷിയുടെ പാട്ട്. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. ഓർമ്മയില്ലേ? പുതുമഴ പെയ്യുമ്പോൾ വിത്തും കൈക്കോട്ടും എടുത്തിട്ട് കർഷകർ വയലിലേക്ക് ഓടും. ആ വയലിലേക്ക് യൂറിയ, പൊട്ടാഷ്, ഫാക്ടംബോസ് ഒന്നും ഇല്ല. വൃക്ഷത്തിൻ്റെ ഇലകൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് വളമായിട്ടിടുക. അതിനുവേണ്ടി അച്ഛൻ കൊമ്പത്ത്, വയൽ വൃത്തിയാക്കാൻ അമ്മ വരമ്പത്ത്. അപ്പോഴാണ് വീട്ടിൽ ആളില്ല, കള്ളൻ മുറ്റത്ത്, പാടി ചെമ്പോത്ത്. അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വരിക്ക് ഒരു തത്വശാസ്ത്രമുണ്ട്. കള്ളൻ വന്നത് സ്വർണവും വെള്ളിയും മോഷ്ടിക്കാനല്ല, ചക്ക പറിക്കാനാണ്. കള്ളൻ ചക്കേട്ടു, കണ്ട മിണ്ടണ്ട, കൊണ്ട തിന്നോട്ടെ. കള്ളൻ ചക്ക പറിച്ചത് പണയം വെക്കാനോ ബിസിനസ് നടത്താനോ അല്ല, തിന്നാനാണ്, വിശന്നിട്ടാണ്. വിശന്നിട്ട് മോഷ്ടിച്ചതിൻ്റെ പേരിൽ കണ്ടാ മിണ്ടണ്ട, പരാതി പറയണ്ട, കേസ് കൊടുക്കണ്ട, കൊണ്ട തിന്നോട്ടെ, വിശക്കുന്നവന് മോഷ്ടിക്കാം. ഈ തത്വശാസ്ത്രമാണ് ആ പഴയ ആരും എഴുതാത്ത നാടൻ വായ്ത്താരി പാട്ടിലുണ്ടായിരുന്നത്. കണ്ടാ മിണ്ടണ്ട, കൊണ്ട തിന്നോട്ടെ. മധു എന്ന് പറയുന്ന ആദിവാസി ബാലനെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അടിച്ചു കൊന്ന ക്രൂരന്മാർ നമ്മുടെ കേരളത്തിലുണ്ടായി. ആ ക്രൂരന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഈ പാട്ടിൻ്റെ അർത്ഥം അറിയുമായിരുന്നുവെങ്കിൽ കൊല്ലരുതെന്ന് പറഞ്ഞ് തടയുമായിരുന്നു. ആ ക്രൂരന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ജീൻ വാൽജീൻ്റെ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലരുതെന്ന് പറയുമായിരുന്നു. അവിടെയാണ് ആർദ്രത നമുക്ക് വേണ്ടത്. ആർദ്രത വേണം. മനുഷ്യന് ബുദ്ധി മാത്രമുണ്ടായിട്ട് കാര്യമില്ല, മനസ്സ് വളരണം. ബുദ്ധി വളർന്നിട്ട്, സമ്പത്ത് വളർന്നിട്ട്, നമ്മുടെ കുട്ടികളെല്ലാവരും A+ നേടി എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്ന്, എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന്, എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നു, പ്ലേസ്മെൻറ്റ് കിട്ടി ജോലി കിട്ടുന്നു, ജോലി കിട്ടിയിട്ട് ശമ്പളം വാങ്ങുന്നു, ശമ്പളം വാങ്ങിയിട്ട് കൊട്ടാരം പോലുള്ളൊരു വീടെടുക്കുന്നു. വീടെടുത്തിട്ട് ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടുന്നു. അവിടെ ആ മതിലിൽ റിമോട്ട് കൺട്രോൾ കൊണ്ട് ഗേറ്റ് കെട്ടുന്നു. റിമോട്ട് കൺട്രോൾ കൊണ്ട് ഗേറ്റ് കെട്ടിയവരോട്
ആ വീട്ടുകാർക്കെല്ലാം ഭിന്നശേഷിക്കാരുടെ പെൻഷൻ കൊടുക്കണം. കാലില്ല. ഒന്നാരകം വന്ന് വിളിച്ചാൽ ഒന്ന് തുറന്നു കൊടുക്കാൻ ആ വരാന്തയിൽ നിന്നൊന്നും മുറ്റത്തിറങ്ങാനില്ലെങ്കിൽ തമ്പുരാൻ എന്തിനാടോ നിനക്ക് കാല് തന്നത്? അവിടെ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കുന്നു. എത്രയാ ചെടി, ഭയങ്കര ബിസിനസ്സാ. ആര് കാണാനാ? നാട്ടുകാരെ കാണാൻ വിടൂല. മതിൽ കെട്ടി മറച്ചിരിക്കുന്നു. വീട്ടുകാർ കാണുമോ? വാതിൽ തുറക്കൂല. എല്ലാ വീടിൻ്റെയും വാതിൽ അടച്ചിട്ടിരിക്കുന്നു. അതിനകത്താണെല്ലാം. പിന്നെ എന്തിനീ ചെടി, എന്തിനീ പൂക്കൾ? മനുഷ്യർ ഈ ഭൂമിയിൽ വന്നത് പൂക്കളെ കാണാനാ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് പൂക്കളുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല. നമ്മളെ മാല കോർത്തിട്ടുള്ളൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നെഴുതാൻ ഷിബു ചക്രവർത്തിയോ ചിട്ടപ്പെടുത്താൻ ജെറി അമൽദേവോ പാടാൻ യേശുദാസോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ വന്നത് പൂക്കളെ കാണണം. അതിനെന്ത് വേണം? മൈൻഡ് വളർത്തണം. അതിനെന്ത് വേണം? നമ്മുടെ ഈ പ്രകൃതിയും ദൈവവും മനുഷ്യനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവണം. ചപ്പാത്തിയും ഇഡ്ഡലിയും സോഫ്റ്റനാക്കാനുള്ള സൂത്രമറിയാം. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാൻ എന്തു വേണം എന്നൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്താം 5 മിനിറ്റിനുള്ളിൽ. SOFTEN ആണ് സോഫ്റ്റൻ. എസ് ഫോർ സ്മൈൽ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എസ് ഫോർ സ്മൈൽ. O ഫോർ ഓപ്പൺ ദി ഹെഡ്. ഹൃദയം തുറക്കൂ. F ഫോർ ഫോർവേഡ് ലീൻ. മുന്നോട്ട് കുനിയൂ. T ഫോർ ടച്ച്. മനുഷ്യരെ കൈ കൊടുക്കൂ, കെട്ടിപ്പിടിക്കൂ, മുത്തം കൊടുക്കൂ, ആലിംഗനം ചെയ്യൂ. കാരണം മനസ്സിൻ്റെ മതിൽ ത്വക്കാണ്. അനുഭൂതിയോ ആർദ്രതയോ നിർവൃതിയോ ഉണ്ടായാൽ നമ്മുടെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. അതിൻ്റെ പേര് രോമാഞ്ചമെന്നാണ്. ഇനി രോമം ഇല്ലെങ്കിൽ തോലാഞ്ചങ്ങും ഉണ്ടാവും. അവിടെ ഒന്ന് തൊടൂ, കെട്ടിപ്പിടിക്കൂ. നേരത്തെ ഉഷി മേഡം പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താവും പ്രണയിക്കുന്നില്ല. മക്കളുടെ മുന്നിൽ കൈകൾ കോർത്തു പിടിക്കാൻ, ചുമലിൽ കൈവെക്കാൻ കഴിയുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പ് രാവിലെ ഉച്ചക്കും രാത്രി ഐ ലവ് യു നയക്കും. വിവാഹത്തിന് ശേഷം എത്ര തവണ ഐ ലവ് യു പറഞ്ഞു? എന്തുകൊണ്ട് വിവാഹത്തിന് ശേഷം ഐ ലവ് യു പറയുന്നില്ല എന്ന ചോദ്യത്തിന് തൃശ്ശൂരിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു മറുപടി കിട്ടി. വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്ന് അറിയോ സാറേ? എന്താ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ പറഞ്ഞു. അപ്പോൾ എലക്ഷൻ്റെ തട്ടിപ്പാണോ ഈ ഐ ലവ് യു? നമ്മൾ ടച്ച്, നമ്മുടെ അച്ഛനമ്മമാരെ, നമ്മുടെ അപ്പൂപ്പനെ ഭക്ഷണവും വസ്ത്രവും മരുന്നും കൊടുത്താൽ പോരാ, അവരുടെ ശരീരത്ത് തൊടണം. ഫെദർ ടച്ച് വേണം. അവരെ ചേർത്ത് പിടിക്കേ. ടച്ച് വേണം. ഭാര്യയും ഭർത്താവും ടച്ച് വേണം. മക്കളെ ചേർത്ത് പിടിക്കണം. അടുത്തത് ഈ ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. വിദേശത്ത് പോകുമ്പോൾ വിമാനത്തിൽ കണ്ണിൻ്റെ ഫോട്ടോ ആണ് പ്രധാനം. കണ്ണിൻ്റെ സൗന്ദര്യം വെച്ചിട്ട് ഞങ്ങൾ മലബാറുകാർക്ക് സ്ത്രീകളുടെ പേര് പ്രശസ്തമായിരുന്നു. അക്ഷി എന്നവസാനിക്കുന്നത്. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. സ്ത്രീകളുടെ വലിയ കണ്ണാണെങ്കിൽ സുന്ദരിയാണ് പോലും. സ്ത്രീകൾ വിശാലാക്ഷി. വലിയ കണ്ണുണ്ടെങ്കിൽ സ്ത്രീകൾ സുന്ദരിയാണ്. നേരെ മറിച്ചാണ്, പുരുഷന്മാർക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം. അതുകൊണ്ട് ആ സ്ത്രീകളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ പുരുഷന്മാരെ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതാണ് കണ്ണിൻ്റെ സൗന്ദര്യം. നോക്കൂ, ഐ കോണ്ടാക്ട്. അടുത്തത് എൻ, നോഡിങ്. പരസ്പരം അംഗീകരിക്കുന്ന ഡെമോക്രാറ്റിക് ബോഡി ലാംഗ്വേജ് ആണ് നോഡിങ്. തലകുലിക്ക് സമ്മതിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക. നമ്മുടെ വീട്ടിലെ പല ഗൃഹനാഥന്മാരാണ് കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാക്കുന്നത്. അവരാരാ? ഞാനാ വീടെടുത്തത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്, ഞാനാണ് അരി വാങ്ങുന്നത്, ഞാനാണ് ഫീസ് അടക്കുന്നത്. അതുകൊണ്ടെന്താ? ഇയാളാരാ വീട്ടിലെ? ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ. ഭാര്യയും മക്കളും കട്ടപ്പ, അടിമ. ചായ, ചോറ്, അട്ടഹാസം. എന്തിന്? വീട്ടിൽ കയറുമ്പോൾ ചെരിപ്പഴിച്ച് പുറത്തിടുന്ന പോലെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് ഗവർണർ ആവട്ടെ, നിങ്ങൾ ഏത് റൊട്ടേറിയൻ ആവട്ടെ, വീട്ടിൽ കയറുമ്പോൾ ഈഗോ എല്ലാം പുറത്തയച്ചു വിടുക. എന്നിട്ട് വീട്ടിൽ കയറുമ്പോൾ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നോ എന്ന മട്ടിൽ സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന വീടാവുക. അങ്ങനെ ജീവിതത്തെ തിരിച്ചു പിടിക്കുക, മനസ്സ് വളർത്തുക. പ്രതിസന്ധികളിലെ തരണം ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെക്കാൾ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട്
സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. ആ മനസ്സ് വളർത്താൻ സാധാരണ മനുഷ്യരാവുക, സാധാരണ മനുഷ്യരാവുക, പച്ച മനുഷ്യരാവുക. അതിന് 25 വർഷമേ നമുക്കുള്ളൂ. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അങ്ങനെ നമുക്ക് ജീവിതം അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വലിയ പരിപാടിയിൽ കണ്ണൂരുള്ള ചെറിയ എന്നെ വിളിച്ചതിന് ഇതിൻ്റെ ഗവർണർക്കും മറ്റ് ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. ഈ സായാഹ്നത്തിൽ എന്നെ കേട്ടതിന് നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you, sir. That was truly engaging and enlightening session. I'm certain that we all have a valuable takeaway from that speech. I request our District Governor, Dr. Tina Antony, Conference Chair Rotarian Sebastian Perel, to present the token of appreciation to our speaker. Thank you. Ladies and gentlemen, please stay with us. We have a beautiful dance performance lined up just for you.